ഒരിക്കൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവും സംരക്ഷകനായ വിഷ്ണുവും തമ്മിൽ ആരാണ് തങ്ങളിൽ ശ്രേഷ്ഠനെന്നതിനെച്ചൊല്ലി വലിയൊരു തർക്കമുണ്ടായി. തർക്കം രൂക്ഷമായപ്പോൾ പെട്ടെന്നവർക്കിടയിൽ ആകാശത്തോളം ഉയരമുള്ള ജ്വലിക്കുന്ന ഒരു പ്രകാശസ്തംഭം പ്രത്യക്ഷപ്പെട്ടു. ഇതിന്റെ അറ്റവും ചുവടും ആര് കണ്ടുപിടിക്കുന്നുവോ അവരാണ് ശ്രേഷ്ഠനെന്ന് ഒരു അശരീരി മുഴങ്ങി. ഇതനുസരിച്ച് വിഷ്ണുഭഗവാൻ ഒരു വരാഹത്തിന്റെ രൂപമെടുത്ത് ഭൂമിക്കടിയിലേക്ക് സ്തംഭത്തിന്റെ ചുവട് തേടിപ്പോയി. ബ്രഹ്മാവ് ഒരു ഹംസത്തിന്റെ രൂപത്തിൽ സ്തംഭത്തിന്റെ മുകൾഭാഗം തേടി ആകാശത്തേക്കും പറന്നു. വർഷങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ വിഷ്ണുഭഗവാൻ തനിക്ക് ചുവട് കണ്ടെത്താനായില്ലെന്ന് സമ്മതിച്ച് തിരിച്ചെത്തി. എന്നാൽ ബ്രഹ്മാവ് താൻ മുകൾഭാഗം കണ്ടുവെന്ന് കള്ളം പറയുകയും അതിന് സാക്ഷിയായി ആകാശത്തുനിന്ന് താഴേക്ക് വീണുകൊണ്ടിരുന്ന കൈതപ്പൂവിനെ കൂട്ടുപിടിക്കുകയും ചെയ്തു. പെട്ടെന്ന് പ്രകാശസ്തംഭത്തിൽ നിന്ന് ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു കള്ളം പറഞ്ഞ ബ്രഹ്മാവിനെ ശപിക്കുകയും സത്യം തുറന്നു പറഞ്ഞ വിഷ്ണുവിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ആ ജ്വലിക്കുന്ന പ്രകാശസ്തംഭം ഭൂമിയിൽ സ്പർശിച്ച പ്രധാനപ്പെട്ട 12 ഇടങ്ങളാണ് ജ്യോതിർലിംഗങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കാശിയിലെ വിശ്വനാഥ ക്ഷേത്രം. കാശി നഗരം ശിവന്റെ ത്രിശൂലത്തിന്മേലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും പ്രളയകാലത്ത് പോലും ഈ നഗരത്തിന് നാശമുണ്ടാകില്ലെന്നുമാണ് വിശ്വാസം. കാശിയിൽ വെച്ച് മരിക്കുന്നവർക്ക് പുനർജന്മമില്ലാതെ മോക്ഷം ലഭിക്കുമെന്നും മരണസമയത്ത് ശിവൻ അവരുടെ ചെവിയിൽ താരകമന്ത്രം ഓതിക്കൊടുക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ഭാരതത്തിലെ പല ക്ഷേത്രങ്ങളെയും പോലെ കാശി വിശ്വനാഥ ക്ഷേത്രവും പലതവണ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. 17ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ സൈന്യം ക്ഷേത്രം തകർക്കാനെത്തിയപ്പോൾ നടന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന കഥയാണിത്. സൈന്യം ക്ഷേത്രത്തിന് തൊട്ടടുത്തെത്തിയപ്പോൾ പ്രധാന പൂജാരി അവിടുത്തെ പവിത്രമായ ശിവലിംഗം സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അക്രമികളുടെ കൈകളിൽ ഭഗവാൻ അകപ്പെടാതിരിക്കാൻ പൂജാരി ശിവലിംഗവും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ക്ഷേത്രമുറ്റത്തെ കിണറ്റിലേക്ക് ചാടി. ജ്ഞാനത്തിന്റെ കിണർ എന്നാണ് ഈ കിണർ അറിയപ്പെടുന്നത്. ഇന്നും ഈ കിണർ ക്ഷേത്രസമുച്ചയത്തിന് സമീപം കാണാൻ സാധിക്കും. പിൽക്കാലത്ത് അഹല്യാഭായ് ഹോൾക്കർ പുതിയ ക്ഷേത്രം പണിതപ്പോൾ മറ്റൊരു ശിവലിംഗമാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. എന്നാൽ യഥാർത്ഥ ലിംഗം ഇപ്പോഴും ആ കിണറ്റിലുണ്ടെന്നാണ് പല ഭക്തരും വിശ്വസിക്കുന്നത്. കാശിയിൽ പോകുന്നവർ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അവിടുത്തെ വലിയ നന്ദി വിഗ്രഹം. സാധാരണ എല്ലാ ശിവക്ഷേത്രങ്ങളിലും നന്ദി ശിവലിംഗത്തിന് അഭിമുഖമായാണ് ഇരിക്കാറുള്ളത്. എന്നാൽ കാശിയിൽ നന്ദി ഇരിക്കുന്നത് പഴയ ക്ഷേത്രം നിലനിരുന്ന ജാനവാബി സ്ഥിതി ചെയ്യുന്ന ദിശയിലേക്കാണ്. തന്റെ ഭഗവാൻ അവിടെ ഉണ്ടെന്നും അദ്ദേഹം ഒരുനാൾ തിരികെ വരുമെന്നും നന്ദി കാത്തിരിക്കുന്നു എന്നാണിതിനു പിന്നിലെ സങ്കല്പം. മറ്റൊരു കഥ മഹാഭാരതവുമായി ബന്ധപ്പെട്ടതാണ്. കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം ബന്ധുക്കളെ കൊന്ന പാപത്തിൽ നിന്ന് മോചനം നേടാനായി പാണ്ഡവർ കാശിയിലെത്തി. എന്നാൽ അവർക്ക് പെട്ടെന്ന് ദർശനം നൽകാൻ ശിവൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹം ഒരു കാളയുടെ രൂപം പൂണ്ട് ഒളിപ്പിച്ചു. ഒടുവിൽ പാണ്ഡവരുടെ ഭക്തിയിൽ പ്രീതനായ ഭഗവാൻ അവർക്ക് കാശിയിൽ വെച്ച് ദർശനം നൽകി അനുഗ്രഹിച്ചു എന്നാണ് പുരാണം. വാരാണസി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിമാനത്താവളത്തിൽ നിന്നും ടാക്സി വഴിയോ ഓട്ടോ വഴിയോ എളുപ്പത്തിൽ ഇവിടെ എത്താം. ഓൺലൈൻ വഴി ആരതികളും പ്രത്യേക ദർശനങ്ങളും ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇപ്പോൾ ലഭ്യമാണ്.